ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം MSME ആക്ട് ഉണ്ടായിരിക്കുന്നത്. MSME ആക്ട് വന്നിരിക്കുന്നതിന് മുമ്പ് 2016 MSME ആക്ടിനെ MSME ആക്ട് 2006 ആക്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷമോ നമുക്ക് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്താലും അവർ MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ MSME രജിസ്ട്രേഷൻ നമുക്കൊന്നില്ലെങ്കിൽ ഓൺലൈൻ നടത്താം അല്ലെങ്കിൽ ഓഫ്ലൈൻ നടത്താം. ഈ ഫെസിലിറ്റിയാണ് ഉദ്യോഗ് ആധാർ എന്ന് പറയണത്. ഇങ്ങനെ ഉദ്യോഗ് ആധാർ ഇങ്ങനെ എന്താ പറയുക ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ സ്മോൾ സ്കെയിൽ മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ MSMEക്ക് കിട്ടുന്ന അവരുടെ ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഉദ്യോഗ് ആധാറിലേക്കുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്കീംസും അവൈലബിൾ. ലോൺ ആണെങ്കിലും സബ്സിഡിയും കിട്ടുള്ളൂ. അപ്പോൾ ഈ അങ്ങനെ കിട്ടാത്ത MSME ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം ഒരു ഓൺലൈൻ പോർട്ടലാണ്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് MSME ആണ്. ഇത് ഈ ഉദ്യോഗ് ആധാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റണ്ണിങ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ 2006 മുമ്പ് റൺ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. മെമ്മോറാണ്ടം 1 മെമ്മോറാണ്ടം 2 ഇത് രണ്ടുമുള്ള ഹോൾഡേഴ്സിന് കമ്പൽസറി അല്ല, ബട്ട് ദേ ആർ ഡിസൈർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു ആധാറുള്ള ആൾക്കാർക്ക് മോർ ദൻ 1 രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പോൾ ഇത് വൺ പേജ് രജിസ്ട്രേഷനാണ്. ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോർമാറ്റാണ്. MSME സർട്ടിഫൈ ആണുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പ്രൊമോട്ടേഴ്സ് ആധാർ ഡീറ്റെയിൽസ്, അത്ര മിനിമം ഇൻഫോർമേഷനേ ആവശ്യമുള്ളൂ. ഫയൽ ചെയ്യാൻ യാതൊരു ഫീസിന് ആവശ്യമില്ല. ഇങ്ങനെ സിംഗിൾ ഫോമിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വരും, ഡിജിറ്റിൽ വരും. 12 ഡിജിറ്റ് നമ്പറാണ് ഉദ്യോഗ് ആധാർ നമ്പർ എന്ന നമ്പർ കിട്ടും. ഇവരുടെ ഇമെയിൽ IDക്കാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരിക. ഇത് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്താ പറയുക ഇങ്ങനെ ഡോക്യുമെൻ്ററി പ്രൂഫായിട്ട് കൊടുക്കാറുണ്ട്. എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ 12 ഡിജിറ്റൽ യൂണിക് ID ആണുള്ളത്. ഇത് ലീഗലി ഉണ്ടായിരിക്കും. ഈ ഉദ്യോഗ് ആധാർ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അതായത് നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണോ സൈറ്റിൽ ആധാറിൻ്റെ നമ്പർ, നെയിം ഓഫ് അപ്ലിക്കൻ, സോഷ്യൽ കാറ്റഗറി, ജെൻഡർ, ഫിസിക്കൽ ഹാൻഡിക്യാപ്റ്റ്, നെയിം, ടൈപ്പ്, പാൻ നമ്പർ, ലൊക്കേഷൻ, ഓഫീസ് മൊബൈൽ നമ്പർ, മെയിൽ ID, ബിസിനസ് തുടങ്ങിയത്, ബാങ്ക് അക്കൗണ്ട്, IFSC കോഡ്, ആക്ടിവിറ്റി കോഡ്, NIC 2 ഡിജിറ്റ് അതായത് ബിസിനസ് ആക്ടിവിറ്റി, അതുപോലെ അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് വേണമെങ്കിൽ മാനുഫാക്ചറിങ്, ഫുഡാണോ, കമ്പ്യൂട്ടർ എന്താണെങ്കിൽ അഡീഷണൽ ഡീറ്റെയിൽ അബൌട്ട് ബിസിനസ് കുറിച്ച് കൊടുക്കുക, നമ്പർ ഓഫ് എംപ്ലോയീസ്, ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് ഈസി സാങ്ഷൻ, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലോവർ റേറ്റ് സാങ്ഷൻ കിട്ടും. ലൈസൻസ് ഈസി ആയിട്ട് അപ്രൂവൽ കിട്ടും. സ്പെഷ്യൽ ട്രേഡ് ഫെയറിൽ നമുക്ക് ട്രേഡൊക്കെ നടത്തുമ്പോൾ നമുക്ക് സ്പെഷ്യൽ കൺസെഷൻ കിട്ടും. ഓൺട്രി ബെനിഫിറ്റ്സ് കിട്ടും. സ്റ്റാമ്പ് ഡ്യൂട്ടി അവയും എക്സംഷൻസ് ഉണ്ടാവാം. ബാർകോഡ് രജിസ്ട്രേഷൻ സബ്സിഡി കിട്ടും. CGST അതായത് കൗണ്ടർ ഗ്യാരണ്ടി ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ CGST ഉണ്ട്. ഇപ്പോൾ ഡെയിലി പേയ്മെൻറ്റിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഇലക്ട്രിസിറ്റി ബിൽ കൺസെഷൻ ഉണ്ടായിരിക്കും. എക്സൈസ് എക്സംഷൻ, പ്രൈസ് പ്രിഫറൻസ്, OD സബ്സിഡി ഒക്കെ കിട്ടും. ഇതൊക്കെയാണ് MSME എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നോട്ട് മാൻഡേറ്ററി അല്ല, ഇറ്റ്സ് കോസ്റ്റ് ഫ്രീ ആണ്. പേപ്പർലെസ് ഓൺലൈൻ വർക്കാണ്. സബ്സിഡി കിട്ടുക, പേപ്പർ വർക്ക് ഒഴിവാക്കുക, അതർ എലിജിബിൾ ജനറൽ കാറ്റഗറിക്ക് കിട്ടും. ഇങ്ങനെയാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ കാര്യം പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട് കേട്ടോ. ലിസ്റ്റഡ് കാറ്റഗറീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, A ആണോ B ആണോ, UM കാറ്റഗറി A, B, C, D, F എന്ന് പറയുന്ന സർവീസ് ആണെങ്കിൽ അതിൻ്റെ എത്രയൊക്കെ ടോട്ടൽ പ്ലാൻ ലൈസൻസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പറയുന്നത്, ആധാർ നമ്പർ, ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇതിൽ OTP നമ്പർ അവർക്ക് കിട്ടും. ആ OTP നമ്പർ അടിച്ചു കൊടുക്കുക. അതൊക്കെ നമുക്ക് അറിയാം. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ആ ചാപ്റ്റർ കഴിഞ്ഞു. UM എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിന് ഫുൾ ഫോമോ വാട്ട് ഈസ് UM എന്തൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇതുകൊണ്ട് നമ്മൾ ചാപ്റ്റർ 3 കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 4 ആണ് സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഇൻഡസ്ട്രിയൽ സിക്നെസ്സിൻ്റെ മെഷേഴ്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് MSME റോൾ എന്താണ്, സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് രജിസ്ട്രേഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്താണ്, എങ്ങനെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്റ്റർ ചെയ്യേണ്ടത്, സിക്ക് യൂണിറ്റിന് എങ്ങനെയൊക്കെയാണ് മെഷർമെൻറ്റ് വേണം, എന്തൊക്കെ സിക്നെസ്സിന് കാരണം എന്താണ്, സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താ, ഇൻഡസ്ട്രിയൽ അതിൻ്റെ ഒക്കെ എന്താണെന്നൊക്കെ പഠിക്കണം. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു.